ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്പ്ലോർ വിത്ത് റിനു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PCOD ഉള്ളവരെ കുറിച്ചാണ്. ഞാനും PCOD ഉള്ള ഒരാളാണ്. നിങ്ങളെപ്പോലെ എനിക്കും PCOD ഉണ്ട്. ഈ PCOD നേരിടുന്ന ഓരോ പെണ്ണിനും പുറത്തുനിന്നുള്ള സ്ട്രഗിളിനേക്കാൾ അവരവരുടെ മനസ്സിനോട് അടുത്തുന്ന ഒരു തരം സൈലന്റ് വാർ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ആവാൻ അവർ ഒരുപാട് പാടുപെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് PCOD ഉണ്ട്, ഹെൽത്ത് ശ്രദ്ധിക്കണം, വെയിറ്റ് കുറക്കണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാം. എന്നിട്ടും അതിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നീ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന ഒരു മൈൻഡ് ഒരു സൈഡിൽ, നീ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു മൈൻഡ് വേറൊരു സൈഡിൽ. ഒരേ സമയം രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഈ PCOD കാർഡ് ഒരു പ്രത്യേകത. ഒരു ദിവസം നമ്മൾ ഫുൾ എനർജറ്റിക്കും പ്രൊഡക്റ്റീവായിട്ടിരുന്നാലും ദ വെരി നെക്സ്റ്റ് ഡേ ഫുള്ളി ടയേർഡായി പോകുന്നൊരവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാണ്ട് അവിടെ തന്നെ കിടക്കുന്നൊരവസ്ഥ. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. അങ്ങനെയുള്ള സമയത്തായിരിക്കും ഒരുപാട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ. വേറെ ഒന്നുമല്ല അവർ പറയുന്നത്, വെറുതെ കിടക്കുന്നത് എന്തിനാ, വെയിറ്റ് കൂടും, തടി കുറക്ക്, ജിമ്മിൽ പോ, ഡയറ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ. അവർക്ക് നമ്മളേലും ചിന്തയാ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ PCOD ഉള്ളവരുടെ മെന്റൽ ഹെൽത്ത് എന്തായാലും ഓക്കെ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ PCODയും മെന്റൽ ഹെൽത്തുമായിട്ട് എന്താ ഇത്ര കണക്ഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലേ ഈ ടെൻഷനുള്ള ആൾക്കാർ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവരെന്തായാലും ഉറങ്ങാനുള്ള ചാൻസസ് വളരെ കുറവാണ്. രാത്രിത്തെ ഉറക്കം അവരുടെ എന്തായാലും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ഉറങ്ങാണ്ടിരുന്നതിന് എന്താ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യും. ഈ ഓവർ തിങ്ക് ചെയ്യണ കൊണ്ടിട്ട് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ടൈമിൽ അങ്ങനെ എന്തായാലും നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോഴേക്കും നമ്മളുടെ ഹോർമോൺസിൽ എന്തായാലും വേരിയേഷൻസ് കാണിക്കും. ഓൾറെഡി നമ്മൾ PCOD ഉള്ളവർക്ക് ഹോർമോൺ ഇംബാലൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോഴും ഓവർ സ്ട്രെസ് എടുക്കുമ്പോഴും നമ്മൾക്കത് കൂട്ടത്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ വണ്ണുള്ളവർക്ക് മാത്രമേ PCOD വരൂ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യരുത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഭയങ്കര സ്ലിമ്മാണ്, പക്ഷെ അവൾക്ക് PCOD ഉണ്ട്. ഈ PCOD എന്ന് പറയുന്നത് വണ്ണമില്ലെങ്കിലും വരാവുന്ന ഒരു കണ്ടീഷനാണ്. മെലിഞ്ഞിരുന്നാലും ഈ പറഞ്ഞ PCOD വരും. അതാണ് ഞാൻ പറഞ്ഞത്, PCOD എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു അവസ്ഥയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ അതുമല്ല ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ ഒരു പാർട്ട്ണറോ ഈ PCOD എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ തടി കൂടി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാതെ എന്താ പറയുക, അവരോട് നല്ല രീതിയിലൊന്ന് ഇടപഴകാൻ നോക്ക്, അല്ലെങ്കിൽ സ്നേഹമായിട്ടൊന്ന് പെരുമാറുക, അല്ലെങ്കിൽ സ്നേഹമായിട്ട് രണ്ടു വാക്ക് പറയാൻ നോക്ക്. അവർ മെന്റലി ഓക്കെ ആണെന്നുള്ളതൊന്ന് തിരക്ക്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ റിക്കവർ ആവുന്നേ. അല്ലാതെ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഒരാൾക്ക് സ്ട്രെസ് കൊടുത്ത് അവരെ വിഷമിപ്പിച്ച് എന്ത് കിട്ടാനാണ് നമുക്ക്? അപ്പം ഹാവ് എ ഗ്രേറ്റ് ഡേ.